മൂട് ഇടി വീടി മോടി കൂട്ട് പേടിപ്പിക്കണ്ട പേടിക്കൂല കട്ടായം പേടിക്കൂല കട്ടായം ആരാടായ ഇടി ആരാടായി ഇടി അപ്പൊ ആരാടായി ഇടിയോ ഇന്നലെ വിളിച്ച് എനിക്ക് തൊണ്ട വയ്യാശനെ പുറം പൊളിഞ്ഞു നമ്മൾ അറിഞ്ഞത്. പുറമൊന്നും വിളിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം അതായത് ഇരിക്കാൻ അങ്ങോട്ട് SFI കുഞ്ഞുങ്ങൾക്ക് നേരം കിട്ടിയിട്ടില്ല. ചന്തി അങ്ങോട്ട് താഴോട്ട് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റേ വിജയന്റെയും മോളുടെയും അഴിമതി അടിയുടെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അവിടെ നിന്നും കിട്ടി കണക്കിന് അടിയുടെ ഇടിയുടെ വെടിയുടെ മറവിൽ നിലകൊള്ളാത്ത അടിപതറാത്തൊരു പ്രസ്ഥാനം ആരാടായി ഇടി. ഞങ്ങൾ ഇതിനപ്പുറം കണ്ടിട്ടുണ്ട് കേട്ടോ. വന്നേക്കുന്ന കുറെ അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളുടെ സഖാവിന് രോമത്തിൽ തൊടാൻ സമ്മതിക്കില്ല. ഇന്നലെ കണ്ടു ഞങ്ങള് പ്രതിരോധം തീർത്തത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രതിരോധം? ആ പ്രതിരോധത്തിന്റെ ബാക്കി പത്രത്തെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, വീണ വിജയൻ പാർട്ടിയിലാരാ? ഞങ്ങളുടെ സഖാവിന്റെ മകൾ. പാർട്ടിയിൽ അംഗത്വമുണ്ടോ? അത് പണം ആദ്യം. സഖാവിന്റെ മകളാവുമ്പോ പാർട്ടിയിൽ അംഗത്വമുണ്ടോ? അത് പണം. സഖാവിന്റെ രക്തമുണ്ടല്ലോ. നിങ്ങളുടെ രക്തം കഫം മല്ലം മൂത്രം ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. പാർട്ടിയിൽ അംഗത്വം ഉണ്ടോ? ഉണ്ട്. ടി വീണയ്ക്ക് തായ്ക്കണ്ടിയിൽ വീണയ്ക്ക് പാർട്ടിയിൽ അംഗത്വം ഉണ്ടോ? ഉണ്ടെങ്കിൽ അംഗത്വത്തിന്റെ ഇത് കാണീര്, രേഖ കാണീര്. കാണിക്കുമെന്ന് നമുക്കറിയാം. അതായത് അന്തകമ്മികളെ നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് പറയാനുള്ളത്, വീണ തായ്ക്കണ്ടിയിലെ ചോദ്യം ചെയ്യാനായിരുന്നു അവിടെ എത്തിയത്. അതെ, എന്നെ വേട്ടയാടുന്നേ, എന്റെ പ്രസ്ഥാനത്തെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി അതെന്തിനങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിട്ടത്? ഡൈവേർട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിണറായി മുഖ്യമന്ത്രിയായ കാലം തൊട്ട് കേന്ദ്രം പ്രതിപക്ഷ നേതാവല്ലേ? മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോ ഓക്കെ, നിങ്ങള് ഭരണകൂടത്തെ വേട്ടയാടാനാണെന്ന് പറയായിരുന്നു. ഇപ്പൊ പ്രതിപക്ഷ നേതാവല്ലേ? പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. അയ്യോ ഞങ്ങളെ വേട്ടയാടുന്നേ. എന്തിന് പ്രതിപക്ഷ? രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ പിന്നില്. സമാധാനം ആയിക്കാണല്ലോ അല്ലേ? അയാൾക്കായിരുന്നു പരാതി. ഇവിടെ ഇഡി വരുന്നില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊണ്ടുവന്ന് തന്നല്ലോ. സംതൃപ്തി ആയല്ലോ അല്ലേ? അപ്പൊ ഈ ഡൽഹിയിലേക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഡീലിനാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഞങ്ങളുടെ പിണറായി പോയതോ പറയൂ. അതും വീണ ജോർജിന്റെ കേസ് ഡൽഹി കോടതി എടുത്തപ്പോൾ അതിന്റെ പിറ്റേ ദിവസം എന്തിനാ പോയത്? പോയി അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും ഒക്കെ കണ്ടത്. ചായ മേടിച്ചു. അപ്പൊ ഇവരവരുടെ ആഭ്യന്തര കാര്യത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ പോയത്. മോദിയുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിന്നു. ദേ വന്നു ഇടി. അമ്മേ എന്തൊക്കെ കാണണം. എത്ര കാലം ഇങ്ങനെ കുനിഞ്ഞു നിൽക്കണം നിങ്ങൾ കാണണമെന്നത്? നിങ്ങളോ? അല്ല അവരെ. എന്നിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. എവിടെ പോയി? നാക്കിറങ്ങി പോയോ നിങ്ങളുടെ പൂക്കി മന്ത്രിയുടെ? നിങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി ഇന്നലെ ഒന്നും വിളിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ? മാധ്യമങ്ങൾ വന്നപ്പോഴേ ഞാൻ പറയാം, സംസ്ഥാനം നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണിച്ചുതരാം. എക്സ്പ്രഷൻ ഞാൻ കാണിച്ചുതരാം. മറ്റേ കുബേർ കുഞ്ചയുടെ ഒരു പാവയുണ്ടല്ലോ, അതുപോലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം? അതാ പറഞ്ഞു നാട്ടിക്കൊണ്ടിരുന്നു അവിടെ. അതൊക്കെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതെങ്ങനെ പോകുന്ന വഴിക്ക് പാണക്കാട് തങ്ങളെ കണ്ടിട്ടേ ഡൽഹിക്ക് പോകത്തുള്ളൂ. തിരിച്ചു വരുമ്പോ പാണക്കാട് തങ്ങളെ കണ്ട് കുമ്പിട്ടിട്ടേ ഇങ്ങോട്ട് വരുത്തുള്ളൂ. മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഗതികെട്ട ഇതായതുകൊണ്ട് പോയതല്ലേ എന്ന് പറഞ്ഞോണ്ട് പിന്നെ അവിടെ സംസ്ഥാനത്ത് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് ഉടനെ വരെ പാണക്കാട് കുനിഞ്ഞിരിക്കാൻ പോയത് എനിക്ക് പറയാനുള്ളത്. തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവരുടെ നേതാക്കൾക്കെതിരെ ഇഡി കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മുതലേ ഉള്ളതാണ്. ഇനി നടക്കട്ടെ. കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടോ? ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല ഇഡി വരുന്ന കാര്യം. എന്റെ ദൈവം എന്ത് കഷ്ടം. ഇതിന്റെ പേര് ഞങ്ങളുടെ ആഭ്യന്തരം നോട്ടീസ് അയച്ചിട്ട് വരണം. നോട്ടീസ് അയച്ചിട്ട് അങ്ങനെ വന്നിരുന്നെങ്കിൽ നിപ്പി വീണ വിജയനെ മറ്റേ ദുബായിക്ക് അയച്ചതിനെ പിണറായി. എന്നാൽ ആഭ്യന്തരമന്ത്രി അറിയണ്ടേ? ആഭ്യന്തരമന്ത്രി അറിയാതെ ഇവിടെ മിന്നിട്ട് പോയാൽ എങ്ങനെ? നിങ്ങൾ ഭരിച്ചോണ്ടിരുന്നപ്പോഴും കേന്ദ്രസേന വന്നൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. മറ്റേ പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ അന്വേഷണത്തിന് അത് ഞങ്ങൾ പിന്നെ പ്രിയപ്പെട്ട മാനവരെ, ഇപ്പൊ തുടക്കത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അറിയാതെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ഇനി 5 വർഷം എന്തൊക്കെ ഇവിടെ നടക്കാൻ പോകുന്നു? കാത്തിരുന്ന് കാണാം മാനവരെ. കാത്തിരുന്ന് നിർത്തോ, ഞാനൊന്ന് പറയട്ടെ. CPI വെട്ടിയ നാടാണേ. CPI വെട്ടിയ നാടാണേ. ഇന്നലത്തെ ആവേശം കയറിയ മുദ്രാവാക്യങ്ങൾ. ഇന്നലെ ഇവിടെ പട്ടാളത്തെ പേടിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥ ഇതിലും വലുതായിരുന്നല്ലോ. ഇതിനപ്പുറം കണ്ടവരാണ് ഞങ്ങൾ. നിർത്ത്. ഇതൊക്കെ ഈ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വരുന്നതിന് നിങ്ങൾ പറയുന്നത് എന്തിനാ? രാഷ്ട്രീയ വേട്ടയാടൽ. ഞങ്ങളുടെ സഖാവിനെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു. ഇവര് കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അച്ഛനെ ഒതുക്കാൻ
മകളെ ഉപയോഗിക്കും, മകളിലൂടെ ഏച്ചനിലൂടെ പാർട്ടി എന്ന് കുറെ കാലമായിട്ട് പറയുന്നു. ശരി ശരി, സമ്മതിച്ചു. മകളിലൂടെ ഏച്ചനിലൂടെ പാർട്ടി. ശരി, ചോദിക്കട്ടെ, മാസപ്പടിക്ക് കാശ് മേടിച്ചതിന്റെ കണക്കാരാ കണ്ടുപിടിച്ചത്? വീണയുടെ അക്കൗണ്ടിലേക്ക് പോയ കണക്ക് അന്വേഷണ സംഘത്തിന് എവിടുന്നാ കിട്ടിയത്? ഷോൺ ജോർജ് കൊടുത്ത്. ഷോൺ ജോർജ് അല്ലേ? അല്ലല്ല, ആദ്യം കണ്ടെത്തിയത് ഇഡി തന്നെയാ. രേഖകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം നടത്താമെന്ന് ഉത്തരവിട്ടതാരാ? വി.ഡി. സതീശനായിരുന്നു. കോടതി. ഏത് കോടതി? ഹൈക്കോടതി ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ചോദ്യം ചെയ്യലിന് വന്നത്? ചോദ്യം ചെയ്തിട്ട് അവരവരുടെ വഴിക്ക് പോകത്തില്ലായിരുന്നു? പോകുമായിരുന്നു. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ഓളം ഉണ്ടാക്കിയത്? വാഹനം തല്ലി തകർത്തതിനോട് ഞാൻ യോജിക്കുന്നില്ല ആശാനെ. അതൊക്കെ കൈവിട്ട് തകർത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവിതമാർഗം 3 പേരുടെ ജീവിതമാർഗം തൊലിച്ചു. തൊഴിലാളി പാർട്ടി. ആരാ? തൊഴിലാളി പാർട്ടി. അതുപോട്ടെ, അതിലൊന്ന് സഖാവായിരുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെയാണല്ലോ, കൂട്ടത്തിലുള്ളവരെ എന്റെ മാനവരെ എനിക്ക് അതിനോട് യോജിപ്പില്ല. എന്തിനാ അവർ ആക്രമിച്ചു? അത് ബിനീഷ് കോടിയേരി വന്ന് തടഞ്ഞു. ബിനീഷ് കോടിയേരിയുടെ കാര്യം എടുത്തിട്ട് നന്നായി. ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നപ്പോൾ 2020 പിണറായി പറഞ്ഞത് എന്തായിരുന്നു? അത് കുടുംബക്കാരി നോക്കിക്കോളൂ. കുടുംബക്കാര്യം എന്ന പാർട്ടി അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അന്തസ്സുള്ള കോടിയേരി ബാലകൃഷ്ണൻ അന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം വരെ രാജിവെച്ചു. അത് പാർട്ടി സെക്രട്ടറി സ്ഥാനം. അയ്യോ, മുഖ്യമന്ത്രിക്ക് മുകളിലാണ് നിങ്ങളുടെ പാർട്ടിയിലെ പാർട്ടി സെക്രട്ടറി സ്ഥാനം. അത് അറിയത്തില്ലേ? കമ്മിയാന്ന് പറഞ്ഞ് നടക്കുക വല്ല തേങ്ങ അറിയാവോ കേട്ടോ. അന്ന് ബിനീഷ് കോടിയേരിയെയും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെയും തള്ളി പറഞ്ഞവർ ആണ് ഈ പിണറായി. എന്നിട്ട് ഇപ്പൊ മോളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് പാർട്ടിക്കാരെ മുഴുവൻ ഇരച്ചിറക്കിയത് എന്തിനാ? ഞങ്ങള് അന്വേഷണം നടത്തിയിട്ട് അവര് പോകട്ടെ എന്ന് പറഞ്ഞാ പോരെ? എന്തിനാണ് ഈ ആളെ കൂട്ടുന്നത്? ആളെ കൂട്ടിയതല്ല, പിന്നെ നമ്മൾ ഞങ്ങളുടെ വേറെ ജില്ലയിൽ വരെ ആൾക്കാരെ ഞങ്ങളുടെ സഖാവിന്റെ വീട് കേന്ദ്രസേനയുടെ ആയുധമായ ഇഡി വളയുമ്പോൾ ഞങ്ങൾ വാടക വീടല്ലേ? എന്നാലും വാടക വീട് കേന്ദ്രസേനയുടെ വെറും ആയുധമായ ഇഡി വളയുമ്പോ പിന്നെ ഞങ്ങൾ നോക്കി 4, 3, 7 ഇഡി ഉദ്യോഗസ്ഥരാ വന്നത്. അവർക്ക് മറ്റേ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി വേറെ കുറച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് ഉദ്യോഗസ്ഥർ. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവര് വെടിവെക്കാതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. മനസ്സിലായില്ലേ? അന്വേഷണത്തെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ വെക്കടാ വെടി, അതേ ഉള്ളൂ. അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അയ്യോ, അറിഞ്ഞില്ലേ? ഇനി റെയ്ഡിന് വരുമ്പോഴത്തേക്ക് കേന്ദ്രസേനയെ കൊണ്ടാ വരുന്നത്. ഡസൻ കണക്കിന് കമ്മികൾ അനങ്ങിയ പൊട്ടിക്കും. കേന്ദ്രസേന എന്ന് പറയുമ്പോ എന്തിനാ? CISF, CRPF, തോക്കേന്ത്യ. അമ്പോ അവർക്ക് വരൂ. അതെ. വെളച്ചിലെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവര് പൊട്ടിക്കും. ഞങ്ങൾക്ക് ആരും വെടിയില്ല. ചടത്തി നോക്കി വെടിയുണ്ടകളും വെടികളും ഒക്കെ അതിജീവിച്ച അതൊക്കെ അതിജീവിച്ചവരാണ് ഞങ്ങൾ. ഇതൊന്നും ഞങ്ങൾക്കൊരു പൊത്തിരിയല്ല. ഞങ്ങൾ ഇത്രയും വിചാരിച്ചോളൂ, ഒരു പിന്തുണ കൊടുക്കണം. സഖാഭാഗത്ത് ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പുറത്തു നിന്ന് ഒരു പിന്തുണ അത്രമാത്രം ഉദ്ദേശിച്ചുള്ളൂ. താൻ എത്ര വെടിയുണ്ട് ഈ കാലത്തിനിടെ കണ്ടത്? ഞാൻ കുഞ്ഞ് ഇവിടുത്തെ ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തെ പോലീസ് മറ്റേ ലാത്തിയും കൊണ്ട് അടിക്കുന്ന അടിയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? അല്ലാതെ ഈ പണ്ട് കാലത്ത് നേതാക്കൾ കൊണ്ട് അടിയുടെ ഇടിയുടെ 4-1 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് വായിച്ചറിവുണ്ട്. വായിച്ചറിഞ്ഞ വേദന ചന്തിക്ക് വരൂല. മനസ്സിലായില്ലേ? കൊണ്ടാലേ വരൂ. കൊള്ളുന്നത് പിള്ളേരെടുത്ത് കൊള്ളുന്ന കാണുന്നില്ലേ? ഇനി 5 വർഷം കിടന്ന് കൊള്ളാനുള്ളതാണ് ഞങ്ങൾക്ക്. സമരമായിട്ട് ഞങ്ങളുണ്ടല്ലോ. അതന്നെ. ഇതെന്തോന്നറിയാമോ? ഇത് കൃത്യമായി ഇഡിയെ മറ്റേ ഇഡി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് വണ്ടിയിൽ കയറി. അത് നിങ്ങൾ ഓർക്കണം, കണ്ണൂരിലെ ഇഡി സംഘത്തിന് നേരെ കൂക്കുവിളിയൊക്കെ ആയിരുന്നു. മറ്റേ കോഴിക്കോട് ആ സംഘത്തിന് നേരെയും കൂക്കിവിളികളായിരുന്നു. പക്ഷേ പിണറായി വിജയനും മകളും ഉണ്ടായിരുന്ന തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തോന്നറിയാമോ സംഭവം? ഇതിന് പിന്നിൽ ചില കൃത്യമായ അജണ്ടയുണ്ട്. എന്തായാലും ഒരു അവസരം വീണ് കിട്ടി. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിണറായി മാറി നിൽക്കണം, പാർട്ടിയെ തൊലപ്പിച്ച പിണറായിയും MV ഗോവിന്ദനും നേതൃസ്ഥാനത്തുനിന്ന് മാറി നിൽക്കണമെന്ന വലിയ മുറവിളി ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തോടെ ആ മുറവിളി അങ്ങ് തീർന്നു. മനസ്സിലായില്ലേ? പിണറായി ഇപ്പൊ ഒരു പരിവേഷം അങ്ങ് എടുത്ത് അണിഞ്ഞിരിക്കുകയാണ്. വേട്ടയാടപ്പെടുന്നു. മനസ്സിലായില്ലേ? നൈസ ഒരു വെടിക്ക് 2 പക്ഷി. ഇനിയിപ്പോ ഏതേലും പാർട്ടി യോഗങ്ങളിൽ CPM-കാർ പറയുമോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ല, പാർട്ടിയിൽ നിന്ന്
നിന്ന് മാറി നിൽക്കണം, പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, കസേരയിൽ നിന്ന് മാറണമെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറയുമോ? ഇല്ല. ആരടാ പറഞ്ഞ പി ജയരാജന് പിണറായി അടിയാണെന്ന്? പി ജയരാജനാണ് ആദ്യം ഓടി വന്നത് കണ്ണൂരിലെ വീട്ടിലെ, നീക്ക് കണ്ടില്ലേ? ഞങ്ങൾ തമ്മിൽ ഒരു അടിയുമില്ല. അതാ പറഞ്ഞത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ അല്ലാതെ പിണറായിയെ പോലെ അല്ല, മനസ്സിലായില്ലേ? വെട്ടി നിരത്താൻ നോക്കിയതാ. എന്നിട്ട് ആ കൂട്ടരൊക്കെയാണ് ആദ്യം പിണറായിക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഓടി വന്നത്. കോടിയേരി വന്ന് പറയുന്നു ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം പോലും കൊടുക്കുന്നില്ല, എന്നിട്ടും ബിനീഷ് കോടിയേരി ഓടി വന്നു. അങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടൊന്ന് രസിക്കാൻ വന്നതാണ് പിണറായി. ഉദ്ദേശിച്ചത് മധുര പ്രതികാരം അതാ പറഞ്ഞത്. അയ്യോ, ഞങ്ങൾ അകറ്റി നിർത്തിയ ആര്യമോള് വരെ വന്നു. ഒന്ന് ഓർത്ത് നോക്കണം നിങ്ങള്. ഈ വീണ വിജയൻ അത്ര വലിയ പരിശുദ്ധയാണെങ്കിൽ എന്താ ഈ കാലയളവിൽ അവർക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ വാതുറക്കാൻ എന്താ? ഞങ്ങൾക്ക് സൗകര്യമില്ല. പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടിക്ക് മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെളിയിലൊന്നും പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇടി ചോദ്യം ചെയ്യലിന് വന്നപ്പോഴത്തേക്ക് ഉടനെ മറ്റേ പ്രവർത്തകരെ ഇറക്കിയിട്ട് അയ്യോ ഞങ്ങളെ വേട്ടയാടുന്നു. ഊച്ചാളിത്തരമല്ലേ ഇവിടെ കാണിക്കുന്നത്? ഊച്ചാളിത്തരമല്ല. ഞങ്ങളുടെ ഇവിടെ VS അച്യുതാനന്ദൻ മകനെതിരെ ആരോപണം വന്നപ്പോൾ ഏത് അന്വേഷണം വേണമെങ്കിലും നടത്തിക്കോടോ എന്ന് പറഞ്ഞ നട്ടലുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞങ്ങൾ പറയുന്നു അന്വേഷണം നടത്തിക്കോ. കള്ളന്വേഷണം എന്ത് കള്ള അന്വേഷണം? ഇത് കള്ളന്വേഷണമാണ്. ഞങ്ങൾ മനഃപൂർവ്വം വേട്ടയാടുകയാണ്. ഊച്ചാളിത്തരം കാണിച്ചിട്ട്. ഒന്ന് ഓർത്ത് നോക്കണം, ഒരു സർക്കാർ സ്ഥാപനത്തെ വരെ അഴിമതിക്ക് കൂട്ടുപിടിച്ചു KSIDC. എന്നിട്ട് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോ IT കമ്പനി തുടങ്ങിയത്, ബംഗളൂരുവിൽ IT കമ്പനി തുടങ്ങിയത് അവന്റെ അമ്മ കമല, എന്റെ ഭാര്യ, അവളുടെ പെൻഷൻ കാശും കൊണ്ടോ ഇനി മാത്രം പെൻഷൻ ഇവിടെ ഇരിക്കുന്നോ? ഇന്ന് ഈടി വന്നിട്ട് എന്തോന്ന് കൊണ്ടുപോയി കൈയും വീശിയല്ലേ പോയി. നിർത്തോ. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഒന്നും കിട്ടിയില്ല, തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി. ചില പരിശോധിച്ചിട്ട് അടുത്ത് വരുമല്ലോ. അയ്യോ, അടുത്ത് വരുമെന്ന് അവര് പറയുന്നു. അറസ്റ്റ് നടന്നാലുണ്ടല്ലോ ഇവിടെ ചോര പുഴ എഴുതും. ഇന്നലെ കണ്ടത് സാമ്പിള് മാത്രമാണ്. ഇനി കല്ലും കമ്പും മടിയല്ലേ ഉള്ളല്ലോ, അവര് തോക്കും കൊണ്ടായിരുന്നു. തോക്കിനെയും വെടിയുണ്ടകളെയൊന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ല. ചന്തിക്കോട്ട ഞങ്ങൾ ഇതൊക്കെ പലരും ചാടിക്കിടന്നവര് ഇരുമ്പ് ജെട്ടി വല്ലതും കേട്ടോ, ഇരുമ്പ് ജെട്ടി ഇട്ടോണ്ട് വരണം. ഞങ്ങൾ നെഞ്ച് വരച്ച് നീക്കും. നെഞ്ചത്ത് നാണമില്ലല്ലോടോ. നേതാവിന്റെ മകൾ അഴിമതി കാണിച്ചതിന് ചോദ്യം ചെയ്യാൻ വന്നതിന് വെക്കടാ വെടിയെന്നും പറഞ്ഞുകൊണ്ട് കുറെ അന്തം കമ്മികൾ ഇറങ്ങിയേക്കുന്നു, ഊച്ചാളികള്. ഒലക്കട മൂട്. ഒലക്കട മൂട്.